സുനിലെ മോളെ വൈകിട്ട് ജോലി കഴിഞ്ഞ് ഫ്ലാറ്റിലേക്ക് വരുമ്പോഴാണ് അടുത്ത റൂമിലെ ഇന്ദിര ആൻറ്റി വിളിക്കുന്നത്. ഇവിടെ വന്നതിനു ശേഷം ആകെക്കൂടി അടുപ്പമുള്ളത് ഇന്ദിര ആൻറ്റിയുമായിട്ടാണ്. അവരുടെ മക്കളെല്ലാം വിദേശത്താണ്. ഹസ്ബൻഡിന് ഇവിടെയായിരുന്നു ജോലി. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജീവിതവുമായി അവർ പൊരുത്തപ്പെട്ടു. ആൻറ്റിയുടെ ഭർത്താവ് മരിച്ചതും ഇവിടെ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് എങ്ങോട്ടേക്കും പോകാൻ ആൻറ്റിക്ക് ഇഷ്ടമായിരുന്നില്ല. ഇവിടെ ഒറ്റയ്ക്കിങ്ങനെ താമസിക്കുകയാണ്. മക്കൾ കുറേ തവണ പറഞ്ഞതാണ് നാട്ടിലേക്ക് പോകാൻ. പക്ഷേ ആൻറ്റിക്ക് അതിന് കഴിയുമായിരുന്നില്ല. അങ്കിളിൻ്റെ ഓർമ്മകൾ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഈ ഫ്ലാറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നാട്ടിലേക്ക് പോകാൻ വലിയ താല്പര്യമില്ല. ഇവിടെ തന്നെ നിൽക്കുകയാണ്. ആൻറ്റിക്കും ഇവിടെ ആകെയുള്ള കൂട്ട് എന്ന് പറയുന്നത് ഞാനാണ്. വല്ലാതെ ഒറ്റപ്പെടൽ തോന്നുമ്പോഴെല്ലാം ആൻറ്റി എൻ്റെ അരികിലേക്ക് വരും. ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചിരിക്കും. എന്താ കുറേ ദിവസമായല്ലോ കണ്ടിട്ട് എന്നും പറഞ്ഞ് ഞാൻ സൗഹൃദ സംഭാഷണത്തിന് ചെന്നപ്പോഴാണ് ആൻറ്റിയുടെ മുഖം വല്ലാതെ ഇരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. എന്തോ പ്രശ്നമുണ്ട് എന്നെനിക്ക് അതിൽ നിന്ന് മനസ്സിലായിരുന്നു. മോളുടെ അനിയത്തി ഇപ്പോൾ നിങ്ങളുടെ കൂടെയാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതേ എന്ന് പറഞ്ഞു. പക്ഷേ അത് കേട്ട് ഇന്ദിര ആൻറ്റി മിണ്ടാതെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തോ എന്നോട് പറയാനുണ്ട് എന്നത് വ്യക്തമാണ്. പക്ഷെ പറയാനെന്തോ ഒരു മടി പോലെ. അതുകൊണ്ടാണ് ഞാൻ തന്നെ അങ്ങോട്ടേക്ക് ചോദിച്ചത്, ആൻറ്റിക്ക് എന്താണ് എന്നോട് പറയാനുള്ളത് എന്ന്. മോളെ, ആൻറ്റി ഇടയ്ക്ക് ശ്രദ്ധിക്കാറുണ്ട് അങ്ങോട്ടേക്ക്. ദേവനും ആ കുട്ടിയുമായുള്ള പെരുമാറ്റത്തിൽ എനിക്കെന്തോ അത്ര തൃപ്തി തോന്നുന്നില്ല. മോളൊന്ന് ശ്രദ്ധിച്ചേക്കണേ. കുറേ ഞാൻ ആലോചിച്ചു ഇത് പറയണോ വേണ്ടയോ എന്ന്. നിന്നെ എൻ്റെ മോളെപ്പോലെ തന്നെയാണ് ഞാൻ കരുതിയിട്ടുള്ളത്. നിനക്ക് ദോഷകരമായി എന്തു വന്നാലും എനിക്കത് സമാധാനം കിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ നേരത്തിന് പറഞ്ഞിട്ട് തിരുത്താൻ പറ്റുന്ന ഒരു സംഗതിയാണെങ്കിൽ. അത് കേട്ടതും എനിക്കെന്തോ വല്ലായ്മ തോന്നി. അങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരാളല്ല. ഇത്രയും നാളത്തെ ആൻറ്റിയോടുള്ള എൻ്റെ പരിചയം വെച്ച് ആൻറ്റിക്ക് എല്ലാവരോടും സ്നേഹം തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമായി ഉണ്ടായിട്ടുണ്ടാകും. എൻ്റെ അനിയത്തി സുനിത കുറച്ചു കാലമായി ഞങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നത്. അവൾ ഇവിടെ അടുത്തുള്ള കോളേജിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോസ്റ്റലിൽ നിൽക്കേണ്ട, ഇവിടെ നിന്നോളാൻ ഞാൻ തന്നെയാണ് അവളോട് പറഞ്ഞത്. എൻ്റെ ഭർത്താവ് ദേവനും ബാങ്കിൽ ഉദ്യോഗസ്ഥനാണ്. ഞങ്ങളുടേത് ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ദേവേട്ടന് പഴഞ്ചൻ രീതികളാണ് എപ്പോഴും. ദേവേട്ടൻ എല്ലാ കാര്യത്തിലും എന്നേക്കാൾ മുന്നിട്ട് നിൽക്കണം. ഞാനത് അനുവദിച്ചു കൊടുക്കാറുണ്ട്. വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ന് കരുതി. എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ ആദ്യം അത് ദേവേട്ടൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. എന്നിട്ട് എനിക്ക് ആവശ്യമുള്ളത് ദേവേട്ടൻ തരും. പലരും എന്നോട് എന്തിനാണ് ഇങ്ങനെ അടിമയെപ്പോലെ നിൽക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ഞാൻ അപ്പോഴൊന്നും അതിന് മറുപടി പറഞ്ഞില്ല. എനിക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ അതെല്ലാം കണ്ടില്ല എന്ന് നടിക്കുകയായിരുന്നു. സുനിതയും ദേവേട്ടനും തമ്മിൽ നല്ല കൂട്ടാണ്. പക്ഷേ അത് ഇതുവരെയും ഒരു സംശയത്തിൻ്റെ നിഴലിൽ ഞാൻ നോക്കിയിട്ടില്ല. ഇപ്പോൾ ആൻറ്റി പറഞ്ഞപ്പോൾ എന്തോ ഒരു വല്ലായ്മ. പറഞ്ഞത് ആൻറ്റിയല്ല മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാനത് ശ്രദ്ധിക്കുക പോലും ഇല്ലായിരുന്നു. ആൻറ്റി പക്ഷേ അങ്ങനത്തെ ഒരാളല്ല. അതാണ് ഒരു ഭയം. എങ്കിലും സ്വന്തം ഭർത്താവിനെയും അനിയത്തിയെയും അവിശ്വസിക്കാനും വയ്യ. വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായി ഞാൻ. എന്തായാലും ജീവിതമാണല്ലോ, സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്നൊരു ബോധം ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം മനസ്സിൽ തന്നെ വെച്ച് ഞാൻ വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ദേവേട്ടനും സുനിതയും കൂടി ചിരിച്ചു കളിച്ച് വർത്തമാനം പറയുന്നതാണ് കണ്ടത്. ദേവേട്ടൻ്റെ കയ്യിൽ നിന്ന് റിമോട്ട് തട്ടിപ്പറിക്കാനായി അവൾ തല്ലുകൂടുന്നുണ്ട്. ഉള്ളിൽ ആൻറ്റി പറഞ്ഞത് കിടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്കതെല്ലാം അത്ര നല്ല കാര്യങ്ങളായി തോന്നാത്തത്. അടുത്തടുത്ത് മുട്ടിയൊരുമിയിരിക്കുന്ന അവരുടെ പെരുമാറ്റത്തിൽ വല്ലാത്ത സംശയം തോന്നി. ഞാൻ പക്ഷേ അതൊന്നും പ്രകടിപ്പിച്ചില്ല. പിറ്റേ ദിവസം കുഞ്ഞിന് പനിയായിരുന്നു. ദേവേട്ടനോട് പറഞ്ഞപ്പോൾ എന്നോട് ലീവെടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. ഒട്ടും വരാൻ കഴിയില്ല, അത്രയ്ക്ക് ബിസിയാണ് എന്ന് പറഞ്ഞു. മോൾക്കിടയ്ക്ക് അപസ്മാരം പോലെ വരുന്നത് കൊണ്ട് പനി സൂക്ഷിക്കണമെന്ന് പറഞ്ഞിരുന്നു ഡോക്ടർ. അവളെ കൂടുതൽ വാശി പിടിപ്പിക്കാറില്ല. അതുകൊണ്ട് തന്നെ പേടിയാണ് അവൾക്ക് പനി വരുന്നത്. ലീവെടുത്ത് ഞാൻ തന്നെ മോളെയും കൊണ്ട് ഡോക്ടറുടെ അരികിലേക്ക് പോയി. തിരികെ വരുമ്പോൾ ഏട്ടൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചു. ബാങ്കിലാണ് എന്നാണ് മറുപടി കിട്ടിയത്. അന്നേരമാണ് മോള് പാർക്കിലേക്ക് പോകണം എന്നും പറഞ്ഞ് വാശി പിടിച്ചത്. പനിയുള്ള സമയത്ത് അവളെ കൂടുതൽ വാശി പിടിപ്പിക്കുന്നത് നന്നാവില്ല എന്ന് കരുതി ഞാൻ അവളെ പാർക്കിലേക്ക് കൊണ്ടുപോയി. പെട്ടെന്നാണ് അവൾ ദേ കുഞ്ഞാൻറ്റി അവിടെ ഇരിക്കുന്നു എന്നും പറഞ്ഞ് ഓടിച്ചെന്നത്. ഞാൻ അവളുടെ പിറകെ ചെന്നു. സുനിതയെ അവൾ അങ്ങനെയാണ് വിളിക്കുക. എന്നോട് ബിസിയാണ്, കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കാൻ വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ എൻ്റെ സ്വന്തം ഭർത്താവും എൻ്റെ അനിയത്തിയും കൂടി പാർക്കിൽ ഒരു ബെഞ്ചിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. ഞങ്ങളെ കണ്ടതും അവർ വിളറി എഴുന്നേറ്റു. ബാങ്കിലെ ഒരാവശ്യത്തിന് ഇതുവഴി വന്നപ്പോൾ സുനിത ഇവിടെ ഇരിക്കുന്നത് കണ്ടു. ഇറങ്ങിയിട്ട് എന്താ കാര്യമെന്ന് അന്വേഷിച്ചിട്ട് പോകാം എന്ന് കരുതി വന്നതാണ് എന്ന് പറഞ്ഞ് അയാൾ എൻ്റെ മുന്നിൽ ഉരുണ്ടു കളിച്ചു. എനിക്ക് കണ്ടപ്പോൾ സഹതാപമാണ് തോന്നിയത്. രണ്ടുപേരും കൂടി എന്നെ വിശ്വസിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ കുഞ്ഞിനെയും കൂട്ടി അവിടെ നിന്ന് നടന്നു. അവരോട് മറുപടിയൊന്നും പറഞ്ഞില്ല. അവളെയും കൊണ്ട് ചെന്നത് ആൻറ്റിയുടെ വീട്ടിലേക്കാണ്.
എന്തുകൊണ്ടോ സ്വന്തം ഫ്ലാറ്റിലേക്ക് പോകാൻ തോന്നിയില്ല. ആൻറ്റി എൻ്റെ അരികിൽ വന്നിരുന്നു. എൻ്റെ മുഖഭാവം കണ്ട് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് എന്ന് ആൻറ്റിക്ക് മനസ്സിലായിരുന്നു. ആൻറ്റി പറഞ്ഞത് ശരിയാണ്. ഇന്ന് മോൾക്ക് പനിയായിട്ട് ഡോക്ടറെ കാണിക്കാൻ വിളിച്ചിട്ട് പോലും വന്നില്ല. പകരം രണ്ടുപേരും കൂടി പാർക്കിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. അതുവരെ പിടിച്ചുവെച്ച കണ്ണുനീർ ഒഴുകിയിറങ്ങി. ആൻറ്റി എന്നെ സമാധാനപ്പെടുത്തി. നീ കരയാതെ മോളെ. ഒരു ദിവസം പതിവില്ലാത്ത നേരത്ത് നിന്റെ വീട്ടിൽ നിന്ന് ശബ്ദം കേട്ടപ്പോഴാണ് ഞാൻ അങ്ങോട്ട് കയറി നോക്കിയത്. തുറന്നതും കണ്ടത് പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന നിന്റെ അനിയത്തിയെയും ദേവനെയുമാണ്. ഞാൻ വന്നതുപോലും അറിയാതെ രണ്ടുപേരും സ്ഥലകാല ബോധം പോലും ഇല്ലാതെ നിൽക്കുകയായിരുന്നു. അന്നേരം എൻ്റെ മനസ്സിൽ വന്നത് നിന്റെ മുഖമാണ്. കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന നിന്റെ മുഖം. ഇനി എന്താ മോളെ നിന്റെ പ്ലാൻ? എല്ലാം ക്ഷമിച്ച് അവൻ്റെ കൂടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിൽക്കുകയാണോ എന്ന് ചോദിച്ചപ്പോഴാണ് ഇനിയെന്ത് വേണമെന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചത്. ഇനി എന്തായാലും അയാളോടൊപ്പം വയ്യ. ഒരു ജോലിയുള്ളതുകൊണ്ട് ആരുടെയും മുന്നിൽ കൈ നീട്ടേണ്ട. ആൻറ്റിയോട് പറഞ്ഞപ്പോൾ ആൻറ്റി തന്നെയാണ് പറഞ്ഞത് ആൻറ്റിയുടെ കൂടെ നിന്നോളാൻ. അവർക്ക് അവിടെ തനിച്ച് നിന്ന് മടുത്തിരുന്നു. അതോടെ എനിക്ക് ചെറിയ ധൈര്യം വന്നു. കുഞ്ഞുങ്ങളെയും എൻ്റെ സാധനങ്ങളും കൊണ്ട് ഞാൻ ആൻറ്റിയുടെ വീട്ടിലേക്ക് താമസം മാറി. അപ്പോഴേക്കും ദേവേട്ടൻ പലതും പറഞ്ഞു വന്നിരുന്നു. കൂടെ എൻ്റെ പ്രിയപ്പെട്ട അനിയത്തിയും. പലതരത്തിൽ അവരെന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഒടുവിൽ ഭീഷണിയുടെ സ്വരമായി. എൻ്റെ ശമ്പളം കൂടി പോയിട്ടുണ്ടെങ്കിൽ ദേവേട്ടന് തോന്നിയതുപോലെ നടക്കാൻ കഴിയില്ല. എന്തൊക്കെ തന്നെ വന്നാലും എൻ്റെ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിന്നു. അപ്പോഴേക്കും അവർ നാട്ടിലേക്ക് വിവരം അറിയിച്ചിരുന്നു. അവരും വന്നിരുന്നു എന്നെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ. അവരുടെ മുന്നിൽ നിന്ന് ഞാൻ കണ്ട കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അന്നേരം ആൻറ്റി എൻ്റെ രക്ഷയ്ക്കായി വന്നു. കണ്ട കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറഞ്ഞു. അതോടെ അവർക്കൊന്നും പറയാനില്ലാതെയായി. പിന്നെയും കിട്ടി. പെണ്ണുങ്ങളാണ്, ക്ഷമിച്ച് സമാധാനത്തോടെ ജീവിക്കണം, എല്ലാം മറക്കണം എന്നൊക്കെയുള്ള ഉപദേശം. എല്ലാത്തിനെയും ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി പറഞ്ഞയച്ചു. എനിക്ക് ഡിവോഴ്സ് വേണം എന്ന് ഉറക്കെ തന്നെ പറഞ്ഞു. എല്ലാവരും എല്ലാം അറിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ പിന്നെ എൻ്റെ ഭർത്താവിന് യാതൊരു കൂസലുമില്ലായിരുന്നു. ഞാൻ പോയാൽ പോട്ടെ എന്നൊരു ഭാവം. മ്യൂച്വലായി ഡിവോഴ്സിന് അപ്ലൈ ചെയ്തതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കുറച്ചു കാലം കൊണ്ട് തന്നെ ഡിവോഴ്സ് കിട്ടി. അതോടെ എൻ്റെ ഭർത്താവും അനിയത്തിയും വിവാഹിതരായി. അവർ ആ ഫ്ലാറ്റിൽ നിന്ന് താമസം മാറി. പിന്നെ അറിയാൻ കഴിഞ്ഞിരുന്നു അവർ തമ്മിൽ വേർപിരിഞ്ഞു എന്ന്. എൻ്റെ അനിയത്തിയുടേത് വെറുമൊരു ക്യൂരിയോസിറ്റി മാത്രമായിരുന്നു. അത് തീർന്നപ്പോൾ അവൾ അയാളെ എതിർത്തു തുടങ്ങി. അയാളുടെ പഴഞ്ചൻ രീതികൾ അവളെ വീർപ്പ് മുട്ടിച്ചു. അയാളോട് ഗുഡ് ബൈ പറഞ്ഞ് അവൾ ഇറങ്ങി. വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു അയാൾ. ചെയ്ത തെറ്റെല്ലാം ഏറ്റുപറഞ്ഞ് സാഷ്ടാംഗം എൻ്റെ കാലിൽ വീഴാൻ. ഞാൻ അയാളെ അവിടെ നിന്ന് ആട്ടിവിട്ടു. നാട്ടിൽ ചിലർക്കൊന്നും ഇഷ്ടമായില്ലെങ്കിലും ഇപ്പോൾ എൻ്റെ ഇഷ്ടത്തിനൊത്ത് എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം ഞാൻ ജീവിക്കുന്നുണ്ട്. തല ഉയർത്തിപ്പിടിച്ച് തന്നെ. കൂടെ നിന്ന് ചതിക്കുന്നവരോട് ക്ഷമിച്ച് അവരുടെ കൂടെ ഇനിയുള്ള കാലം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ എനിക്ക് മനസ്സുണ്ടായിരുന്നില്ല. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.